ഇനി അടുത്തത് പേജ് നമ്പർ 32-ൽ അവിടെ ഒരു ആളുകളൊക്കെ അല്ലേ, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ സൈന്യമാണ് കാണിക്കുന്നത് അല്ലേ. ആളുകളെയൊക്കെ ഇങ്ങനെ ബന്ദിയാക്കുന്നത് കാണുന്നുണ്ട് അല്ലേ ചിത്രത്തിൽ. എന്താ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൂട്ടമായി വരുന്നു, വാളും ഒക്കെ ആയിട്ടുള്ള ഒരു സംഘം അല്ലേ, കുതിര അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് ഗാലിബ് കേട്ടോ, ഈ ആളെ പിടിച്ചുകൊണ്ട് പോയതും തിരിച്ച് കൂട്ടിയിട്ട് വരുന്നതൊക്കെ ഉള്ള ആ ദൃശ്യമാണ്. അപ്പോൾ ഇതേപോലെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വെറുതെ വിട്ട് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അല്ലേ നമ്മുടെ മനസ്സിൽ. ഒരു പോയിറ്റ് എന്ന് പറയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് അവരെ പറഞ്ഞയച്ചത്, അപ്പോൾ ആരെയാണ് അപ്പോൾ പിന്നെ അവർ കൊല്ലുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് വന്ന ഒരു ചോദ്യം. അപ്പോൾ ഇനി അറിയാം, ഇനിയുള്ള സന്ദർഭങ്ങൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവും അവരെങ്ങനെയാണ് ആളുകളെയൊക്കെ, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകളെയാണ്, നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെയാണ് ആളുകളെ കൊല്ലുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഡയറി കുറിപ്പുകളിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഹം ഗലി വാലോം നേ തോ കിസി തരഹ് അപ്നെ പ്രാൺ ബച്ചാ ലിയെ അല്ലേ. അയ്യോ ഞങ്ങൾ ഗലീവാലോം ഈ തെരുവ് നിവാസികൾ എങ്ങനെയൊക്കെയോ കിസി തരഹ് എപ്രകാരമൊക്കെയോ അപ്നെ പ്രാൺ ബച്ചാലി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു അല്ലേ. എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ട് ഓടി വരികയാണ്. എങ്ങനെ മഗർ മേ ഉൻ ഹസാരോം അഭാഗെ ദില്ലി വാലോം കെ ബാരേ മെ ക്യാ കഹൂം അല്ലേ. പക്ഷെ ഞാൻ ഉൻ ഹസാരോം അഭാഗെ ദില്ലി വാലോം കെ ബാരേമേ, ആയിരക്കണക്കിന് വരുന്ന അഭാഗെ പറഞ്ഞാൽ എന്താ, ഭാഗന പറഞ്ഞാൽ ഓടുക എന്നർത്ഥം, അഭാഗെ പറഞ്ഞാൽ ഓടാത്ത അല്ലെങ്കിൽ അവരിന്ന് നാട് വിട്ട് ഓടിപ്പോവാത്ത ദില്ലി വാസികളുടെ കാര്യത്തിൽ മേ ക്യാ കരൂ ഞാൻ എന്ത് ചെയ്യും അല്ലേ. നോക്കൂ ഞാൻ എന്ത് പറയും, ഈ എൻ്റെ കൂടെ വന്നൊരു 50 പേരെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, പക്ഷേ ഇനി ബാക്കിയുള്ള കിടക്കുന്ന ആയിരക്കണക്കിന് ഡൽഹി നിവാസികളെ ഞാൻ എന്ത് പറയും. जो हवालात और कैद खाने में बंद कर दिए जाए, അവരെല്ലാവരെയും ഹവാലാത്ത് കൈദ് ഖാന പറഞ്ഞാൽ ഈ വിലങ്ങുന്നതാണ്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അകപ്പെടുത്തുക, അങ്ങനെ ചെയ്യുന്നതിൽ ബന്ദ് കർ ദിയേ ഗയേ ഥേ അകപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. ജയിൽ ഷഹർ സേ ബാഹർ ധി, ജയിൽ എന്നത് പട്ടണത്തിൻ്റെ പുറത്താണ്. और ഹവാലാത്ത് ദില്ലി കെ ഭീതർ, ഹവാലാത്ത് പറഞ്ഞാൽ കാരാഗ്രഹം എന്നൊക്കെ ഉള്ളതാണ്, അത് ദില്ലിയുടെ ഉള്ളിലാണ്. इन दोनों ही जगहों में बेशुमार बेगुनाहों को ढूंढ ढूंढ कर भर दिया गया था. ഈ രണ്ടെണ്ണത്തിലും ജഗാഹോം, അതായത് ഈ രണ്ട് ജഗഹ് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിലും ബേഷുമാർ ബേ ഗുനാഹോം കോ, അതായത് ഒരു കാരണവുമില്ലാതെ ഒരു എണ്ണവുമില്ല, ഇന്ന കാരണമെന്നോ അല്ലെങ്കിൽ എണ്ണമറ്റ ആളുകളെ ഢൂൻസ് ഢൂൻസ് കർ ഭർ ദിയാ ഗയാ ഥ, ഇങ്ങനെ എന്താ പറയുക പിടിച്ചിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കാരണമൊന്നുമില്ല, പട്ടണത്തിൻ്റെ പുറത്തുള്ള ജയിലാണെങ്കിലും പട്ടണത്തിൻ്റെ ഉള്ളിലുള്ള ഈ കാരാഗ്രഹമാണെങ്കിലും ഇതിലൊക്കെ ആളുകളെ പിടിച്ചങ്ങ് നിറക്കിയാണ്. പിന്നെയോ നോക്കാം, ഇസ് കദർ ഭർ ദിയാ ഗയാ ഥാ ഗയാ കി ലഗ്താ ഥാ, ഇപ്രകാരമാണ് നിറച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഈ ആളുകളെ കുത്തി നിറച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആദ്മി കെ ഭീതർ ആദ്മി സമായ ജാ രഹാ ഹോ, മനുഷ്യൻ്റെ മുകളിൽ ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അടുക്കി വെച്ച പോലെ അല്ലേ. നമ്മളതിനൊന്നും പറയില്ലേ, ഇങ്ങനെ അടുക്കി വെക്കുക എന്ന് പറയില്ലേ, അങ്ങനെ മനുഷ്യൻ്റെ മുകളിൽ മനുഷ്യനെ ഇങ്ങനെ ഇട്ടിട്ട് അടുക്കി വെക്കും പോലെ. അതായത് അത്രയും ജനങ്ങളെ കുത്തിയിട്ട് ഈ ജയിലും ഈ കാരാഗ്രഹവും ഒക്കെ അല്ലെങ്കിൽ തടവറ എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ തടവറയൊക്കെ നിറക്കിയാണെന്നാണ് പറയുന്നത്. സാൻസ് ലേനെ മേ ഭി ദിക്കത്ത് ഹോ രഹി ഥി, ശ്വാസം എടുക്കുന്നതിനും കൂടെ ദിക്കത്ത് പറഞ്ഞ ബുദ്ധിമുട്ട് അനുഭവം വെച്ചുകൊണ്ടിരുന്നു. इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई, नहीं मालूम कितने लाख लोग मार डाले गए അല്ലേ. അതായത് ഈ ആളുകൾ, ഈ കൈദ് ഖാന ചെയ്യപ്പെട്ടിട്ടുള്ള ബന്ദിയാക്കപ്പെട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ തന്നെ നഹീമാലോ അറിഞ്ഞിരുന്നില്ല എന്ത് കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയേ, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് എണ്ണമില്ല. കാരണം അവർ എണ്ണമില്ലാണ്ട് കൊണ്ടേ കുത്തി നിറയ്ക്കും, കൊല്ലുകയും ചെയ്യും, ശ്വാസം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എത്ര ആളുകൾ അതിൽ ഇങ്ങനെ തന്നെ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല എന്നാണ് പറയുന്നത്. ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോങ്കെ, ഡൽഹിയിൽ ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മാത്രമാണ് ബച്ചേ ഹോങ്കെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും അംഗ്രേസോം കെ ഗുസ്സേ കാ ഷിക്കാർ ഹോ ഗയേ, ഇംഗ്ലീഷുകാരുടെ ഗുസ്സ ദേഷ്യത്തിൻ്റെ ഷിക്കാർ ഹോ ഗയേ, ഷിക്കാർ മീൻസ് ഇര,
ഇംഗ്ലീഷുകാരുടെ ദേഷ്യത്തിൻ്റെ ഇരയായി മാറിയിട്ടുണ്ട്. ബച്ചെ രക്ഷപ്പെട്ടതോ സിർഫ് വേ വെറും വേ അവരാണ്. ആര്? ജോ ദില്ലി സേ ഭാഗ് ഗൈ ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത് അല്ലേ. അപ്പോൾ കുറച്ച് ആളുകൾ, ഇനി വളരെ കുറച്ച് ആയിരക്കണക്കിന് ആളുകളെ ഡൽഹിയിലുള്ളൂ. അതാരാണ്? ബാക്കി ആൾക്കാരൊക്കെ എന്തായി? ഇംഗ്ലീഷുകാരുടെ ഈ ദേഷ്യത്തിന് ഇരയായി മാറി. ഇനി രക്ഷപ്പെട്ടവരാരാ? ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ വേ ലോഗ് ഖുഷ് ഖിസ്മത്ത് ധേ വർണ്ണ ഉനേ ഭി ഫാൻസി ദേ ദീ ജാത്തി അല്ലേ. ആ ആളുകൾ രക്ഷപ്പെട്ടവരാണ്, സന്തോഷവാന്മാരാണ്. കാരണം ഇല്ലെങ്കിൽ എന്താ, അവരെയും കൂടെ ഇങ്ങനെ ക്രൂരത ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഈ ജയിലിലടയ്ക്കപ്പെട്ടേനെ, ഇവരുടെ ഈ ജീവൻ ഇങ്ങനെ ത്യജിക്കപ്പെടേണ്ടി വന്നേനെ. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടവർ എന്ന് പറയാം. ദില്ലി മേ രഹ്നാ ഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ ഥാ. ഡൽഹിയിൽ താമസിക്കുക എന്നത് ആ ദിവസങ്ങളിൽ മാനോ അപരാധ് ഹോ ഗയാ ഥാ, വലിയൊരു അപരാധമായി തന്നെയായിരുന്നു തോന്നിയിരുന്നത്. ആ കാലത്ത് ഡൽഹിയിൽ താമസിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, ഒരു വലിയ പ്രശ്നം തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് പറയാം. മേരി പെഹചാൻ കാ ബിശ്തി ഥാ ചിരാഗ് അലി ബേഹദ് സീധ ആദ്മി. എൻ്റെ പരിചയത്തിലുള്ള ഒരാളായിരുന്നു ആര്? ചിരാഗ് അലി എന്നുള്ളത് ഒരു വ്യക്തി. ബേഹദ് സീധ ആദ്മി, ഒരു പാവം സാധാരണ വ്യക്തി. ബേഹദ് സീധ ആദ്മി അല്ലേ, ഒരു സാധാരണ ആദ്മി. എന്താ വെച്ചാൽ ബിഷ്തി എന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ ചുമന്ന് കൊണ്ടുവരുന്ന ആളെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ചിരാഗ് അലി. സാധാരണ ഒരു മനുഷ്യൻ അല്ലേ. റോസ് सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. ഡെയിലി അദ്ദേഹം രാവിലെ വൈകുന്നേരം എന്ത് ചെയ്യും? വെള്ളം നിറയ്ക്കും. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അല്ലാഹ് കെ ഗുണ ഗാത്താ ഹുവ, അള്ളാഹിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ട് സടക്കവും കോ സീഞ്ചാ കർത്ത, വഴിയൊക്കെ ഇങ്ങനെ നനയ്ക്കും അല്ലേ. നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ പുണ്യാഹമൊക്കെ തെളിക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഇദ്ദേഹം വെറുതെ ഇങ്ങനെ ഒരു സാധാരണ പാവം മനുഷ്യനാണ്. അദ്ദേഹം ഒരു വെള്ളമൊക്കെ എടുത്തിട്ട് ആ ഇടവഴിയൊക്കെ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ വെള്ളം തെളിച്ചു വിടുമായിരുന്നു. ഖാനെ കേലിയെ ജോ ഭി റൂഖി സൂഖി മിൽ ജാത്തി, കഴിക്കാനായിട്ട് എന്തെങ്കിലും റൂഖി സൂഖി പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ലതോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചപ്പാത്തി അല്ലെങ്കിൽ റോട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം മിൽ ജാത്തി കിട്ടിയെന്നാൽ ഉസി കോ ഗലേ കെ നീച്ചെ ഉത്താർ അപ്നെ മേ മഗ്ന രഹത്ത അല്ലേ. അദ്ദേഹം അതിനെ എന്ത് ചെയ്യുന്നു? തനിക്ക് വേണ്ടി ഇങ്ങനെ സ്വരൂപിച്ചു വയ്ക്കും. എന്നിട്ട് ഏക് റോസ് ദില്ലി കെ ബഡേ ഹാക്കിം ഹഡ്സൺ സാഹബ്, ഒരു ദിവസം ഡൽഹിയിലുള്ള ഒരു വലിയ ഹാക്കിം, അതായത് ഉയർന്ന ആള് ഹഡ്സൺ സാഹബ് ജബ് സഡക് സെ അപ്നെ ഘോഡേ പർ സവാർ ഹോക്കർ നിക്കൽ രഹേദേ, അദ്ദേഹം വഴിയിലൂടെ തൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ സവാരി ചെയ്യുന്നതായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചിരാഗ് അലി സഡക് സീഞ്ച് രഹാഥ, അപ്പോഴും ചിരാഗ് അലി ഇങ്ങനെ റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹി കിയ, അദ്ദേഹം ഹഡ്സൺ സാഹബിനെ സലാം അല്ലെങ്കിൽ വിഷ് ചെയ്തില്ല എന്ന്. ഈശ്വർ കെ ഗുണ ഗാത്താരഹ, ഈശ്വരൻ്റെ ഗുണം ഇപ്പോഴും പാടിക്കൊണ്ടേയിരുന്നു. ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ്സ ആയ, ഹഡ്സൺ സാഹബിന് ദേഷ്യം വന്നു. ഉനോനെ അപ്നി തൽവാർ സെ അഭാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല, അദ്ദേഹം തൻ്റെ തൽവാർ വാളുകൊണ്ട് അഭാഗെ ആ ഓടാത്ത അല്ലെങ്കിൽ പേടിച്ചോടാത്ത ആ ചിരാഗ് അലീനെ, പാവത്തിനെ പേട് ചീർ ഡാല, വയറിനെ ചീർ ഡാല വെട്ടി അങ്ങോട്ട് മുറിച്ചു. ആർ ഉസ്കി ലാഷ്, അദ്ദേഹത്തിൻ്റെ ശവശരീരത്തെ ദില്ലി ദർവാസെ പർ ടാങ്ക് ദി, ഡൽഹിയുടെ വാതിൽക്കൽ കൊണ്ടുപോയി ടാങ്ക് ദി, തൂക്കിയിട്ടു എന്ന്. എന്തായിരുന്നു കാരണം? അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വിഷ് ചെയ്തില്ല എന്ന്. ആ ദേഷ്യത്തിൽ ചെയ്തതാണ്, പാവത്തിൻ്റെ വയറിനെ തൽവാർ വാളുകൊണ്ട് അങ്ങ് വെട്ടിയെടുത്തു അല്ലേ. ഇനി ഹഡ്സൺ സാഹബിനെ, ഇതേ ഹഡ്സൺ സാഹബ് തന്നെയാണ് ബാദ്ഷാ ബഹാദുർ ഷാ ജഫർ കെ ദോനോ ബേട്ടോ, ബാദ്ഷാ ബഹാദുർ ഷാ ജഫർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ രാജാവായിരുന്ന അല്ലെങ്കിൽ രാജഭരണത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്ന ബഹാദുർ ഷാ ജഫറിൻ്റെ ദോനോ ബേട്ടോ, രണ്ട് മക്കളെ ഷാജഹാ ഫസൽ ആർ മിർസ അബൂബക്കർ അല്ലേ, ഷാസാദ ഫസൽ എന്ന പേരുള്ള
ഒരാളെയും और मिर्ज़ा अबूबकर का भी खून कर दिया അല്ലേ മിർസ അബൂബക്കറിനെയും എന്ത് ചെയ്തു വധിച്ചു ഖൂൻ കർ ദിയ പറഞ്ഞാൽ രക്തം ചിന്തിച്ചു എന്നാണ് ആരെയൊക്കെ ബഹാദുർ ഷാ ജഫറുടെ മക്കളായ ഷഹസാദ ഫസൽ ആർ മിർസ അബൂബക്കറിനെയും എന്ത് ചെയ്തു വധിച്ചു ഉൻകെ സിർ അവരുടെ തല ദില്ലി ദർവാസെ പർ ലട്ടക്കാ ദിയേ ഥേ ഡൽഹിയുടെ ദർവാസ വാതിൽക്കൽ കൊണ്ടുപോയി വെച്ചു हडसन को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था ഹഡ്സന് ഹിന്ദുസ്ഥാനികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ചിന്തിക്കുന്നതിൽ വലിയ ആനന്ദമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നോക്കാം. മേരെ പടോസ് മേ എക് ഗരീബ് ഔറത്ത് മെഹറുന്നിസ രഹ്തി ഥി. ഇനി അടുത്തൊരു സന്ദർഭം പറയാണ്. എൻ്റെ അയൽവാസിയായിട്ട് ഒരു ഗരീബ് ഔറത്ത് ഒരു ദരിദ്രയായ സ്ത്രീ ഉണ്ടായിരുന്നു. എന്താ പേര്? മെഹറുന്നീസ രഹ്തി ഥി. മെഹറുന്നീസ താമസിച്ചിരുന്നു. ഉസ്കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുയേ ഹെ. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായിട്ടുണ്ടായിരുന്നു. അക്കേലി ഔറത്ത് ഒരു ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീ. ദൂസരോം കെ ഘർ മേ ചാടു ലഗാക്കർ മറ്റുള്ളവരുടെ വീടുകളിൽ ചാടു ലഗാന അടിച്ചു വാരിയിട്ട് കിസി തരഹസെ അപ്നെ ഗുസർ ബസർ കർത്തി ജി. എങ്ങനെയൊക്കെയോ അദ്ദേഹം അവരുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ അവരുടെ ഗുസർ ബസർ കർണ പറഞ്ഞാൽ ജീവിതം തള്ളി നിൽക്കുക, ഡെയിലി ലൈഫ് അല്ലേ, അതിങ്ങനെ അഴിച്ചു കൂട്ടിയിരുന്നു. ലേക്കിൻ ജബ് ഘർ ഹി നഹി രഹെ അല്ലേ, പക്ഷേ വീട് തന്നെ ഉണ്ടായിരുന്നില്ല. ബസ്തി കി ബസ്തിയാം ജലാ ദി ഗയി തോ മെഹറുന്നീസ കാം ന മിൽനെ സെ ഭൂഖ് കോ മർനെ ലഗി അല്ലേ. അതായത് ബസ്തി കി ബസ്തിയാം ജലാദി എന്ന് പറഞ്ഞു. പക്ഷേ മറ്റുള്ളവരുടെ വീട് അടിച്ചു പോയിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എന്തായി, വീട് തന്നെ ഇല്ലാണ്ടിരുന്ന ഒരവസരം. അതായത് നേരത്തെ പറഞ്ഞല്ലോ വീടുകളൊക്കെ കത്തിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ബസ്തി കി ബസ്തിയാം ഇരിപ്പിടങ്ങൾ അല്ലെങ്കിൽ കിടപ്പാടങ്ങളൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ മെഹറുന്നീസ കാം ന മിൽനേസെ മെഹറുന്നീസയ്ക്ക് ജോലി കിട്ടാതെ ഭൂക്കോ മർണേ ലഗി വിശന്ന് മരിക്കാൻ തുടങ്ങി. ലഗി എന്നാണ് തുടങ്ങുകയാണ്, വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആജ് ഉസ്കെ യഹാ മേനെ 10 റോട്ടിയാം പഹുഞ്ചായി. ഇന്ന് എനിക്കിവിടെ 10 റൊട്ടികൾ എത്തിച്ചേർന്നു. ദൂസരി ജോ 10 റോട്ടിയാം ബച്ചി, മറ്റേ ഒരു 10 റൊട്ടി ബച്ചി ബാലൻസ് ഉണ്ട്. ഉസസെ മേരെ ദോനോ ബേട്ടും, അതിൽ നിന്ന് എൻ്റെ 2 മക്കളും അവർ നൗക്കറും കാ കാം ചല, ജോലിക്കാരുടെയും കാര്യം കഴിച്ചു. എൻ്റെ കയ്യിലുള്ള ബാലൻസ് 10. മേരെ ഹിസ്സേ മേ 1.5 റോട്ടി ആയി. എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ 1.5 പറഞ്ഞാൽ ആധാ പകുതി അല്ലെങ്കിൽ റോട്ടി വന്നു. ഫിർ ഭീ എന്നിട്ടും കൂടെ തസല്ലി ഥി കി മേരി റോട്ടിയാം സെ മെഹറുന്നീസ ആർ ഉസ്കി 2 ബേറ്റിയോം കി ഭൂക്ക് തോ ബുജി. എൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു റൊട്ടിയുടെ പങ്കിൽ നിന്ന് മെഹറുന്നീസയും അവളുടെ 2 മക്കളുടെയും ഭൂക്ക് തോ ബുജി വിശപ്പ് അടക്കി. മേരാക്കിയ ഇനിയിപ്പോൾ എൻ്റെ എന്താ അല്ലേ, എനിക്ക് കിട്ടിയ പങ്കിൽ നിന്നാണ് ഞാൻ അവരുടെ വിശപ്പ് അടക്കിയത്. അപ്പോൾ എൻ്റെ എന്താ, മേരി തോ ഭൂക്കാ രഹ്നേക്ക് ആദത്ത് ഹി ഹോ ഗയി ഹെ. എനിക്കോ ഭൂക്കാ രഹ്നേക്ക് വിശന്നിരിക്കുന്നതിനുള്ള ആദത്ത് ഹി ഹോ റഹി, അതായത് വിശന്നിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എൻ്റെ റൊട്ടി ഞാൻ അവർക്ക് കൊടുത്തു, എനിക്കെന്താ, എൻ്റെ കാര്യം എന്താ, ഞാൻ വിശന്നിരിക്കുക, അതെനിക്കൊരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മേരാ പടോസി ഹീരാ സിംഗ്. ഇനി അടുത്തൊരാളെ പറയാം, ഹീരാ സിംഗ് എക് നൗ ജവാൻ ഹെ, ഒരു യുവാവാണ്. വഹ് മുജെ ഹിമ്മത്ത് ബന്ധാ ഹെ, അവൻ എന്നെ ഹിമ്മത്ത് ബന്ധാന പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുക. അതായത് വളരെയധികം സ്നേഹിക്കുക, കെയർ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇസ് ആധേ വിരാൻ ആർ ആധേ അബാദ് ഷഹർ മേ, ഈ എന്താ പറയുക പകുതി അല്ലെങ്കിൽ ജീവൻ കിട്ടോ ഇല്ലേ എന്നുള്ള ഒരു പട്ടണത്തിൽ ശിവജി റാം ഭീ തോഹെ, ആ ഭാഗത്ത് ശിവജി റാം എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ട്. തോ മുജ്സെ കഹത്തെ ഹെ കി മുസീബത്ത് കെ യേ ദിൻ കഭീ ന കഭീ തോ ഖത്തം ഹോങ്കെ. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, മുസീബത്ത് കെ യേ ദിൻ, വിഷമം പിടിച്ച ഈ ദിവസങ്ങൾ കഭീ ന കഭീ തോ ഖത്തം ഹോങ്കെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്താവും അത് കഴിയും. ഈ ഒരു കാലഘട്ടം ഇന്നല്ലെങ്കിൽ നാളെയും കടന്നു പോകും അല്ലേ. നമ്മൾ പറയാറില്ലേ ഈ അവസരം ഇന്ന് ഈ നിമിഷവും കടന്നു പോകും എന്ന് പറഞ്ഞിട്ട് ബീർബൽ പറഞ്ഞു എന്നൊരു ഇത് ഉണ്ടല്ലോ. എന്താ ഒരു വിഷമം പിടിച്ച സംഭവമാണെങ്കിലും നമ്മൾ പറയും ഈ നിമിഷം എന്താവും, കഴിഞ്ഞു പോകും, അതൊക്കെ മറക്കുക അല്ലേ, വിഷമം പിടിച്ച ഒരു സന്ദർഭം. അപ്പോൾ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ ശരിയാവും എന്ന് പറയാം. ഉൻകാ ലടുക്ക, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ബാലമുകുന്ദ്, അവൻ്റെ പേരും ബാലമുകുന്ദ്. മുജെ അപ്നെ പിതാ കി തരഹ് ചാഹത്താ ഹെ, അവൻ എന്നെ അച്ഛനെ പോലെ ചാഹത്താ ഹെ പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ്, അതായത് ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, കെയർ ചെയ്യുകയൊക്കെ ചെയ്യും.
അപ്പോൾ ഇവിടെ തന്നെ 3 പേരെ പറയുന്നുണ്ട്. അതായത് ഒരു പടോസി ഹീരാ സിംഗ് പറയുന്നുണ്ട്, യുവാവ്, അദ്ദേഹം വല്ലാതെ അധികം ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക, സഹായിക്കുക, ധൈര്യം പകരുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അടുത്ത ആൾ പറയുന്നത് ശിവജി റാം പറയുന്നത് എന്താ, ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം പിടിച്ച നിമിഷം കടന്നു പോകും എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരാൾ പറയണം, അദ്ദേഹത്തിൻ്റെ മകനാണ് ബാലമുകുന്ദ് എന്ന് പറയുന്നത്, അവൻ എന്നെ അച്ഛനെ പോലെ സ്നേഹിച്ചിരുന്നു, അല്ലേ. ജബ് മേ ബീമാർ പടാ, ഞാൻ എപ്പോഴാണോ അസുഖം ബാധിച്ചിരുന്നത്, ബാലമുകുന്ദ് അംഗ്രേസ് സിപ്പാഹിയോം കി നസറോം സെ ബച്ചത്തെ ബച്ചാത്തെ, ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിൽ നിന്ന്, നസറോം സെ അവരുടെ കണ്ണുകളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ എന്നാണ്, നസറോം സെ ബച്ചത്തെ ബച്ചാത്തെ രക്ഷപ്പെട്ടുകൊണ്ട്, അതായത് അവരുടെ കണ്ണിലൊന്നും പെടാതെ ഏക് ഹക്കീം കോ ഒരു വൈദ്യനെ മേരെ പാസ് ലേഗ് ആയ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഹക്കീം കി ദവാ സെ മേരി ജാൻ ബച്ചി, ആ വൈദ്യൻ്റെ മരുന്നുകൊണ്ട്, ദവാ മീൻസ് മരുന്നുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു, അല്ലേ, എൻ്റെ ജീവൻ രക്ഷിച്ചു. മുझे ജിന്ദഗി ബാലമുകുന്ദ് കി മദദ് സെ ഹി വാപ്പസ് മിലി, എൻ്റെ ജീവൻ ബാലമുകുന്ദിൻ്റെ മദദ് ഹെൽപ്പ് കൊണ്ടാണ് തിരിച്ചു കിട്ടിയത്, വാപ്പസ് മിലി. ദൂർ കെ ദോസ്തോമേ, ഇനി ദൂരെ സ്ഥലത്തുള്ള സുഹൃത്തുക്കളിൽ, മേരറ്റ് കെ ഹരി ഗോപാൽ തുഫ്ത ഹെ, മേരറ്റിലുള്ള ഒരു ഹരി ഗോപാൽ തുഫ്ത എന്ന വ്യക്തി ഉണ്ടായിരുന്നു. വേ ഷായരി കർത്തേ ഹെ, അദ്ദേഹവും ഇതേപോലെ റൈറ്റിംഗ് ആണ് ജോലി ചെയ്തിരുന്നത്. ഉനോനെ മുझे अपने घर मेरठ से नकद रुपया भेजा है, എനിക്ക് എന്ത് ചെയ്തു, മുझे अपने घर से, അല്ലേ, അദ്ദേഹം മേററ്റിൽ നിന്ന് കുറച്ച് റുപ്പയ പൈസ എന്ത് ചെയ്തു, ഭേജാ ഹെ അയച്ചിട്ടുണ്ടായിരുന്നു. ഗേഹൂം കി കുച്ച് ബോറിയാം ഭി, ഗേഹൂം പറഞ്ഞ ഗോതമ്പിൻ്റെ കുറച്ച്, ബോറിയാം മീൻസ് ചാക്കുകളും കൂടെ, തുഫ്താക്കെ ആദ്മി മേരെ ഘർ രഖ് ഗയേ ഹെ, തുഫ്തയുടെ ആൾക്കാരെ എൻ്റെ വീട്ടിലേക്ക് വെച്ചിട്ട് പോയി, കുറച്ച് പൈസ, കുറച്ച് ഗോതമ്പിൻ്റെ ചാക്ക്, ഇതൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. ഉനോനെ കെഹ്ലാ ഭേജാ ഹെ കി മേ ഫിക്ർ ന കറൂ, അദ്ദേഹം പറഞ്ഞയച്ചിരുന്നു എന്ത്, മേ ഫിക്ർ ന കറൂ, ഞാൻ ഭയപ്പെടണ്ട, പേടിക്കണ്ട. വേ മേരി മദദ് ഹർ കിസ്മ സേ കർത്തേ രഹേങ്കെ, അവരെന്നെ എല്ലാ സമയവും എൻ്റെ ഹെൽപ്പ്, സഹായം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരെന്നെ സമാധാനിപ്പിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ആളുകളെയൊക്കെ ആരെയൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു, ഈ ഏറ്റവും മുകളിൽ ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്തി എന്നുള്ളത് പറഞ്ഞു, അല്ലേ, 50ഓളം ആളുകളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. പിന്നെ ഡൽഹിയിൽ താമസിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ചിരാഗ് അലിയുടെ അവസ്ഥ പറഞ്ഞു, അല്ലേ, ചിരാഗ് അലി ബിഷ്തിയായിരുന്നു, വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹഡ്സൺ പ്രഭു കൊന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഹഡ്സൺ പ്രഭു ഷഹൻഷാ അക്ബറിൻ്റെ 2 മക്കളെ ബദ്ഷാ ഫസലിനെയും മിർസ അബൂബക്കറിനെയും കൊന്ന് തലയെറുത്ത് ഡൽഹിയുടെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെച്ചു പറഞ്ഞു. പിന്നെ അതിന് ശേഷം പടോസിയായിട്ടുള്ള മെഹറുന്നീസയുടെ അവസ്ഥ പറഞ്ഞു. അപ്പോൾ അവിടെ വിശപ്പ്, ദാഹം, ഭക്ഷണം ഇല്ലാത്തുള്ള അവസ്ഥ പറഞ്ഞു. മറ്റാരോ കൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് ഇവരും ഇവരുടെ മക്കളും ജോലിക്കാരും കഴിച്ച് ബാക്കിയുള്ളത് മെഹറുന്നീസയ്ക്ക് കൊടുത്ത് അവരുടെ ജീവൻ നിലനിർത്തി എന്ന് പറഞ്ഞു. പിന്നെ ഹീരാ സിംഗിനെ പറഞ്ഞു, ശിവജി റാമിനെ പറഞ്ഞു, ശിവജി റാമിൻ്റെ മകൻ ബാലമുകുന്ദിനെ പറഞ്ഞു. ബാലമുകുന്ദിൻ്റെ സഹായത്തോടു കൂടി ഒരു അസുഖം വന്നപ്പോൾ, അല്ലെങ്കിൽ അസുഖം വന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടത്, അല്ലേ, ഒരു വൈദ്യനെ കൊണ്ടുവന്ന് ചികിത്സിച്ച് രക്ഷപ്പെട്ടത് പറഞ്ഞു. ശേഷം മീററ്റിലുള്ള ഹരി ഗോപാൽ തുഫ്ത എന്ന സുഹൃത്തിനെ പറഞ്ഞു, അദ്ദേഹം പൈസയും കുറച്ച് ഗോതമ്പ് ചാക്കുകളും കൊണ്ടെത്തിച്ചു, ധൈര്യം കൊടുത്തു, എന്ത്, ഞാൻ എന്നും സഹായത്തിനായിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശം കൊടുത്തു, പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു വെച്ചു, അല്ലേ. അപ്പോൾ ഈ ഇതുവരെയുള്ളതൊക്കെ എന്താണ് സംഭവം, അന്ന് കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിലുള്ള ചില കാര്യങ്ങളാണ്, ഓരോ ദിവസത്തെ ബുദ്ധിമുട്ടുകളാണ്. ആ കാലത്തുള്ള ഡൽഹിയിലുള്ള ജീവിതം വളരെ ദുസ്സഹമായിരുന്നു എന്ന് അറിയിക്കുന്നതിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരും വാക്കുകൊണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ഇത് സമാധാനിക്ക്, ഈ കാലം ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകും, വിഷമിക്കരുത്, ഭയപ്പെടരുത് എന്നുള്ളത് പറഞ്ഞു വെച്ചിരുന്നു, അല്ലേ. ഇനി ആകെ ഈ ബാത്ത്, ഈ കാര്യങ്ങളൊക്കെ ജിൻകാ ലിഖ്ന ജറൂറി നഹീ ഥാ, ഇതൊക്കെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത്യാവശ്യമൊന്നുമല്ല. സിർഫ് ഇസ്ലിയെ ലിഖി ഖി, എന്തുകൊണ്ട് എഴുതി, എന്തെന്നാ, ഇൻ ലോഗോം കി ദരിയാദിലി ആർ ഹംദർദി കാ ശുക്രിയ അദാ ഹോ ജായേ, അല്ലേ, ഈ ആളുകളുടെ ദരിയാദിലി ആർ ഹംദർദി എന്ന് വെച്ചാൽ കാരുണ്യവും, ഹംദർദി പറഞ്ഞാൽ എന്താ, എൻ്റേത് എന്നുള്ളൊരു തോന്നൽ, ഹംദർദി പറഞ്ഞാൽ എൻ്റെ വേദനയാണ്, നമ്മൾ പറയില്ലേ, എന്താ പറയുക, മറ്റുള്ളവരുടെ വേദന എൻ്റെയാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലേ, ആ ഒരു വേദന
അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിലുള്ള ആ ഒരു തോന്നൽ, ആ തോന്നലിനുള്ള ശുക്രിയ അദാ ഹോ ജായ, അവർക്കുള്ള നന്ദി എനിക്ക് അറിയിക്കണം അല്ലേ. രാത് കോ ചിരാഗ് നഹി ജൽത്തെ, രാത്രിയിലെ ചിരാഗ് പറഞ്ഞാൽ വിളക്ക്, ചെറിയ മൺചിരാതുകളൊന്നും കത്തിക്കില്ല. ദിൻ മേ ചൂൽഹേ നഹി സുലഗ്തെ, രാവിലെ അടുപ്പും എരിയില്ല. കാരണം രാത്രി കത്തിക്കില്ല എന്ന് പറയാനുള്ള കാരണം അവരുടെ വീട്ടിൽ അതില്ല സംഭവം. പിന്നെ ഇനി കത്തിക്കുമ്പോൾ എന്താ, മറ്റുള്ളവർ അത് കണ്ട് വന്നിട്ട് നമ്മളെന്താ ആക്രമണം ഉണ്ടായാലോ എന്നൊക്കെ കരുതിയിട്ട്. പിന്നെ പകൽ ചോറിനും എല്ലാം ഉള്ള സംഭവമില്ല, അരി കത്തിക്കാൻ അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കാനുള്ള വഴിയുമില്ല അല്ലേ. എന്നിട്ട് പറയാം ജബ് അനാജ് ഹി നഹി ഹേത്തോ, രാത്രി അതായത് ചൂൽഹേ നഹി സുലഗ്തേ പറഞ്ഞല്ലോ, അടുപ്പ് കത്തിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ജബ് അനാജ് ഹി നഹി ഹേ, ധാന്യം തന്നെ ഇല്ല എങ്കിൽ തോ ചൂൽഹേ കഹാം സേ ജലേ, ഈ അടുപ്പ് എങ്ങനെ കത്തിക്കും അല്ലേ. മറ്റേത് രാത്രി ഇത് കത്തിക്കുന്നില്ല, ചിരാഗ് കത്തിക്കുന്നില്ല, അതൊന്നും ഇല്ല അവരുടെ വീട്ടിൽ. എന്നുവെച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റമായി, ഇതൊന്നും ഇനി വാങ്ങാനോ പുതിയത് സേവ് ചെയ്യാനോ ഒന്നിനുള്ള അവസ്ഥയില്ല. അപ്പോൾ പകലിലോ അടുപ്പ് കത്തിക്കാനുള്ളതിൻ്റെ കാരണം എന്താ, അരിയുമില്ല ധാന്യവും ഇല്ലാത്തൊരവസ്ഥ. പിന്നെ എങ്ങനെയാണ് അടുപ്പ് കത്തിക്കുക അല്ലേ. മക്കാനോം കെ മാലിക് മാർ ഡാലേ ഗയേ ഹെ, അതായത് കെട്ടിടങ്ങളുടെ മാലിക് പണക്കാരല്ലെങ്കിൽ ഉടമസ്ഥന്മാരൊക്കെ മാർ ഡാലേ ഗയേ ഹെ, അവരെയൊക്കെ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു, മരിച്ചു പോയിക്കൊണ്ടിരുന്നു. വേ ഹോത്തേ ഹേത്തോ, അവരുണ്ടായിരുന്നെങ്കിൽ ഗരോമേ ഗല്ലാ പാനി ആത്ത, വീടുകളിലൊക്കെ സാധനങ്ങളും വെള്ളവും ഒക്കെ എത്തും അല്ലേ. അതായത് ഇപ്പോൾ പട്ടണത്തിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു, അല്ലെങ്കിൽ പട്ടണം എന്നല്ല മറ്റപ്പുറത്തുള്ള തെരുവിലുള്ള ആളുകളൊക്കെ മരിച്ചു. ഈ കച്ചവടക്കാരുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അപ്പോൾ ഈ കടക്കാരല്ലെങ്കിൽ കച്ചവടക്കാരുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ധാന്യങ്ങളും വെള്ളവും ഒക്കെ എത്തുമായിരുന്നു അല്ലേ. ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോം ദോസ്ത് ഹെ, ഗാലിബിന് അല്ലേ ഈ ഷഹർ പട്ടണത്തിൽ ഹസാരോം ദോസ്ത് ഹെ, ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ഇസ് തൻഹായി और अकेलापन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रह गया है. ഇൻ തൻഹായി എന്ന് വെച്ചാൽ ഈ ഏകാന്തത, ആ ഒരു അക്കേലാപ്പൻ, അക്കേലാപ്പൻ എന്ന് വെച്ചാലും ഒറ്റപ്പെടൽ, ലോൺലിനെസ് എന്നാണ്. അതിൽ സിർഫ് വെറും, അപ്നി കലം കെ സഹാരേഹി, തൻ്റെ പേനയുടെ സഹായം കൊണ്ട് ജിന്ദാ ബച്ചാ രഹാ ഗയാ ഹെ, ജീവൻ നിലനിർത്തി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്, ഗാലിബ്. എഴുതുക അല്ലെങ്കിൽ എഴുത്ത്, തൻ്റെ പേനയാണ് അദ്ദേഹത്തിൻ്റെ ആയുധം അല്ലേ, അല്ലെങ്കിൽ പേന കൊണ്ട് ആ ഒരു എഴുത്തുകാരൻ എന്ന ആ ഒരു പേരിലാണ് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നിരുന്നത്. ഉസ്കെ സാരേ ദോസ്ത്, അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഏക്ക് ഏക്ക് കർ മാർ ഡാലേ ഗയെ, ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. മേരി ആത്മാമേ, എൻ്റെ മനസ്സിൽ ആത്മാവിൽ അല്ലെങ്കിൽ ഉള്ളിൽ, അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹേ, ഇപ്പോൾ കേവലം ദുഃഖം മാത്രമാണ് ദുഃഖം അല്ലേ. മേ അപ്ന ബിസ്തർ ആർ കപ്പടെ ബേജ് കർ ജിന്ദഗി ഗുസാർ രഹാ ഹും, എൻ്റെ വിരിപ്പ് അല്ലെങ്കിൽ വസ്ത്രം ഇതൊക്കെ ബേജ് കർ വിറ്റിട്ടാണ് തൻ്റെ ജിന്ദഗി ഗുസാർ രഹാ ഹും, എൻ്റെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ദൂസരേ ലോഗ്, മറ്റുള്ള ആളുകൾ ജിസ് തരഹ് സേ റോട്ടിയാം ഖാത്തേ ഹേ, എപ്രകാരമാണോ റോട്ടി ഭക്ഷണം കഴിക്കുന്നത്, മേ കപ്പടാ ഖാ രഹാ ഹും, ഞാൻ എൻ്റെ വസ്ത്രമാണ് തിന്നുന്നത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി വിൽക്കാനൊന്നുമില്ല അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്, ഒന്നുമില്ല. ബ്രിട്ടീഷുകാരെല്ലാം ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എഴുത്തുകാരൻ, എഴുതുന്ന വ്യക്തി, കവിത അല്ലെങ്കിൽ പോയിറ്റ് എന്നൊരു പേരും കൊണ്ട് ഇത്രയും കാലം ജീവിച്ച് വന്നു, രക്ഷപ്പെട്ടു വന്നു. ഇപ്പോൾ എന്തായി, ഇനിയിപ്പോൾ വിൽക്കുകയാണ്, ഇനി ഒന്നുമില്ല. പുസ്തകങ്ങൾ വിറ്റു, കുറേ ഇത് വിറ്റു, അതിൻ്റെ സാധനങ്ങൾ വിറ്റു, അങ്ങനെ വിറ്റ് അപ്പോൾ അയാൾ പറയാ മറ്റുള്ളവർ ഭക്ഷണമാണ് തിന്നുന്നതെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വസ്ത്രമാണ് തിന്നുന്നത്. അതായത് ഓരോന്ന് വിറ്റിട്ടാണ് തൻ്റെ ജീവിതം തള്ളി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഡർത്താഹൂ कि जब सब कपड़े खा लूँगा तो नंगा ही भूखा मर जाऊँगा അല്ലേ. അദ്ദേഹം പറയാം പേടിയുണ്ട് എനിക്ക്, ഡർത്താഹും പേടിക്കുന്നു ഞാൻ, എന്തെന്നാൽ ജബ് സബ് കപ്പടെ ഖാലൂങ്ക, എല്ലാ വസ്ത്രവും അങ്ങ് തിന്നു കഴിഞ്ഞാൽ അല്ലേ, തോ അപ്പോൾ നങ്കാഹി നഗ്നനായി തന്നെ, ഭൂക്കാ മർ ജാവുങ്ക വിശന്ന് മരിക്കേണ്ടി വരും അല്ലേ. എന്ന അവസ്ഥ നോക്കുക, അദ്ദേഹത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി പിന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ഈ കടന്നുകയറ്റവും ചൂഷണവും കാരണം ആ നാട്ടിൽ ഉള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടു, ഓരോരുത്തരായിട്ട് മരിച്ചു പോവുകയാണ്. ഏറ്റവും ലാസ്റ്റ് ഇദ്ദേഹം പറയണേ ഞാനും അങ്ങനെ ഉണ്ട്, ജീവിക്കുന്നുണ്ട്, എങ്ങനെ ഈ ഒരു എഴുത്തുകാരൻ എന്ന പേരിൽ.
പിന്നെ ഞാനിങ്ങനെ വിൽക്കുന്നുണ്ട്, എൻ്റെ വസ്ത്രവും എൻ്റെ സാധനങ്ങൾ വിരിപ്പും ഒക്കെ വിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം വിറ്റ് അവസാനം ഞാൻ എന്തായി മാറും? വസ്ത്രമില്ലാതെ അല്ലേ വിശന്ന് മരിക്കേണ്ടി വരുമോ എന്നൊരു ഭയം എനിക്കുണ്ട് എന്ന് പറയണം അല്ലേ. എത്ര ഭീകരമായ ഒരു അന്തരീക്ഷമാണ്, നോക്കൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അദ്ദേഹം തൻ്റെ ഡയറി കുറിപ്പിലൂടെ എഴുതിയിരിക്കുകയാണ്. ആര്? മിർസ ഗാലിബ്. ക്ലിയർ ആണല്ലോ അല്ലേ?